back to Foodies vlogs. Foodies vlogsine മറ്റൊരു വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം സുസ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡക്ക് ബിരിയാണിയാണ്, താറാവ് ബിരിയാണി. അപ്പോൾ നമ്മൾ പഴയ രീതിയിലാണ് വെക്കുന്നത്. താറാവിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ചേർക്കാൻ നേരത്ത് ആദ്യം കറി വെച്ചിട്ട് അതെല്ലാം കൂടെ ദം അടിച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ ഓടിപ്പോയേക്കാം. ഇത്ര നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓരോന്നങ്ങ് നോക്കിയേക്കാം. മുളക് പൊടി, ബിരിയാണി മസാലയാണ്, മഞ്ഞപ്പൊടി, നമ്മൾ സ്പൈസസ് എല്ലാം എടുത്ത് വെച്ചാൽ കറുവപ്പട്ട, തക്കോലം, കറാമ്പു, ഏലക്ക, കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, കടുക്, മല്ലിപ്പൊടി, കുറച്ച് കട്ടത്തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് പൈനാപ്പിൾ അതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ച് റോസ് വാട്ടർ, തക്കാളി, എണ്ണ, വെള്ളം, ഇറച്ചി, സവോള, കരുവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഡക്ക് ബിരിയാണിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മൾ താറാവ് ഉപയോഗിക്കുന്നുണ്ട്, ബ്രോയിലർ താറാവാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കുക്കറിലിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയാലേ, വേവ് കൂടുതലുള്ള ഇറച്ചിയാണ് ഈ താറാവ്. അപ്പോൾ നമുക്ക് നല്ലോണം വേവിക്കണം. അപ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് നമുക്ക് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇതിലേക്ക് ഇടാം. അതിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സവോള, ഏകദേശം ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞിട്ട്, കുറച്ച് കരുവേപ്പില, ഒരു 5-8 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പച്ചമുളകൊക്കെ ഓരോ ആൾക്കാരുടെ എരിവനുസരിച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതും ഇതിലേക്ക് ഇട്ടേക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പാണ് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, പിന്നെ കറിക്കകത്ത് ചേർക്കാം. ഏകദേശം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പൊടിക്ക് ബിരിയാണി മസാല കൂടെ ഒരു ശകലം ചേർത്ത് കൊടുത്തേക്കാം. നമ്മൾ ബാക്കി ഗ്രേവിക്കകത്ത് ചേർക്കും. പൊടിക്ക് ബിരിയാണി മസാല കൂടെ ചേർത്തിട്ട് ഇത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അത് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, അല്ലാതെ തവി വെച്ചൊന്നും മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നല്ലോണം മിക്സ്. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 3-4 കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കരിവേപ്പിലൊക്കെ ഓരോ ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ചാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു, പിന്നെ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഒരു തരി എണ്ണ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചേക്കാം, അല്ലെങ്കിൽ പിന്നെ വഴിക്ക് പിടിക്കരുത്. ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം മതി. ഇത്ര വെള്ളം ഒഴിച്ചാൽ മതി. അതിന് വെള്ളമുണ്ട്, വെള്ളം ഇറങ്ങിക്കോളും, വെന്തോളും. അപ്പോൾ നമുക്ക് ആ വെള്ളം മതി. കണ്ട, അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചിട്ട് ഒരു വിസിൽ അടിച്ചാൽ മതി. ഒന്നോ, പിന്നെ മൂപ്പ് കൂടുതലുള്ള ഇറച്ചിയാണെങ്കിൽ 2 വിസിൽ അടിക്കണം. അപ്പോൾ നമ്മൾ ഇത് ഒരു വിസിൽ അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കത്തിച്ചിട്ട് കുക്കറൊന്ന് വെച്ച് നമുക്ക് ഒരു വിസിൽ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് വേവാൻ വെച്ചിട്ടേ ഉള്ളൂ. വേവാൻ നല്ല സമയം എടുക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് തന്നെ അരി അങ്ങ് വേവിച്ച് ഇപ്പുറത്ത് എടുക്കാം. അപ്പോൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൻ്റെ പകുതി വെള്ളം എടുത്തിട്ടുണ്ട്. 1 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. അപ്പം വെള്ളമൊക്കെ ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ചാണ്, കാരണം നമ്മൾ ഇതിൻ്റെ അകത്തിട്ട് വറ്റിച്ചെടുക്കുമല്ലോ, അത് വേവിച്ചിട്ട് അങ്ങ് കോരി എടുക്കുക. അപ്പം ആ അരി വെച്ചിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് വെച്ചേക്കാം. അപ്പം ഈ വെള്ളം വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ, ആ അരിയൊക്കെ പറ്റിപ്പടിക്കരുതല്ലോ, അപ്പോൾ അത് കുറച്ച് എണ്ണ അങ്ങ് ഒഴിച്ചേക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ്, 2 തക്കോലം, കുറച്ച് പട്ട, 2-3 കറാമ്പും, ഒരു 3 ഏലക്ക. ഇത്ര സാധനം ഇടുന്നുള്ളൂ. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തം ഇതിലാണ് ചേർക്കണം, നമ്മൾ പിന്നീട് എണ്ണയ്ക്കകത്തൊന്നും ചേർക്കണമല്ലോ. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് മതി. 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചി ഒരു വിസിലേക്ക് അടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതങ്ങ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് കുറച്ച് നേരമായി, ഇതുവരെ തിളച്ച് വന്നില്ല. അപ്പോൾ നമുക്ക് ആ സമയത്ത് കശുവണ്ടി, കിസ്മിസ്, സവോള ഇതെല്ലാം വറുത്തങ്ങെടുക്കും. അപ്പോൾ ഇത് ആദ്യം ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, വിട്ടുപോയതാണ്, അതൊന്ന് ക്ഷമിച്ചേക്കണം. അപ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ട് അത് വറുത്തെടുക്കാനും പിന്നീട് ആ കറി വെക്കാനും കൂടെ ഉരുളി അങ്ങ് വെച്ചിട്ടുണ്ട്. ഈ ഉരുളിയിൽ നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളി നല്ലോണം ചൂടാൻ തരുന്നുണ്ട്. നമുക്ക് ഒരു 2 സ്പൂൺ നെയ്യ് അങ്ങ് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടാൻ വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 5-8 നട്ട്സ്, ആ കൂടെ തന്നെ നമുക്ക് കിസ്മിസ്. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ നല്ലോണം ആയിട്ടുണ്ട്. നമുക്ക് അതങ്ങ് കോരി എടുക്കാം, ഞാൻ കഴിക്കാം. കുറച്ച് സവോളകൾ നമുക്കിപ്പോൾ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. വെള്ളം തിളച്ച് നമുക്ക് അതിലേക്ക് അങ്ങ് അരി ഇടാം. നമ്മൾ അരി നല്ലോണം കഴുകി നല്ലോണം കോരി വെച്ചേക്കണേയാണ്, നല്ലോണം വൃത്തിയാക്കിയിട്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ അരി ഇതിലേക്ക് ആഡ് ചെയ്ത്, നമ്മൾ ബസ്മതി റൈസാണ് ആഡ് ചെയ്തേക്കുന്നത്. 1 കിലോ ബസ്മതി റൈസ്. നേരത്തെ നമ്മൾ സ്പൈസ് എല്ലാം ഇട്ടിട്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണമെന്ന് കഴിഞ്ഞാൽ കട്ടയാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെന്ത് വരുമ്പോൾ കട്ടയാകത്തില്ല. എന്നാലും നമ്മളൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കട്ടയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തിന്നാനൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ സവോള നല്ലോണം ഇതുണ്ടോ വറുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പാത്രത്തിൽ നിന്ന് തന്നെ മൂത്തോളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങ് കോരി മാറ്റി.
ഇനി നമുക്ക് ആ ഡക്ക് ശരിക്കും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം, അതിൻ്റെ മുകളിലേക്കാണ് ഇത് ദമ്മടിക്കുന്നത്. അപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണ ഒന്ന് ചൂടാൻ വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇല്ല, നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 5-6 പച്ചമുളക്. അപ്പോൾ വേവിക്കാൻ നേരത്തെ 3-4 പച്ചമുളകൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 5-6 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു 5-6 സവാള. ചെറിയ സവാള 5-6 എടുത്തത്. ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു 3 മതി. വലുതാണെങ്കിൽ 2 മതി. അപ്പോൾ നമ്മൾ കുറച്ച് സവാള ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ചോറ് ഏകദേശം ആയാൽ നമുക്ക് തുറന്ന് നോക്കാം. അല്ല, കട്ടയൊന്നും പിടിച്ചിട്ടില്ല. വേണ്ട, ചോറ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് അതൊന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ സവോള നല്ലോണം ആയി വന്നിട്ടുണ്ട്. വേണ്ട, നല്ലോണം വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വാടിക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരു 2 തക്കാളി 3 തക്കാളി ഉണ്ട്. നമുക്ക് ആ നടുക്കോട്ട് ചേർത്ത് കൊടുക്കാം. ആ തക്കാളി നല്ലോണം ഒന്ന് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും കുറച്ച് മഞ്ഞൾപ്പൊടി മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടിയാണ്. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം. ഒരു 6-7 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം, കരിയരുത്. ഇത് ബിരിയാണി മസാലയാണ്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മസാല നല്ല മേടിച്ചാണ്. അത് നമുക്ക് കുറച്ച് ചേർക്കാം. കുറച്ച് ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂണോളം ബിരിയാണി മസാല. കുരുമുളക് പൊടിയാണ്. ഒരു 2-2.5 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് കൂട്ടി ചേർക്കാം. അല്ല, ഇപ്പോൾ നമ്മുടെ ആ പൊടിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം. ഇതിന് കട്ടിയുള്ള തൈരാണ് നല്ലത്. കണ്ടോ, അപ്പോൾ നമ്മുടെ ഗ്രേവി കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് പണിയൊന്നുമില്ല. നമുക്ക് ഇതിനകത്തേക്ക് ഇറച്ചി ഇടാം. നേരത്തെ കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ആ ഗ്രേവിയോട് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ആ ഗ്രേവിയുടെ കൂടെ ആ ഇറച്ചി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു ലെയർ അരി അങ്ങിടാം. നമ്മൾ അരി ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കാം. നമുക്കതിലേക്ക് പൈനാപ്പിൾ ഉണ്ടോ, അങ്ങനെ പിഴിഞ്ഞ് നമ്മൾ പൈനാപ്പിൾ എസൻസ് ഇടുന്നില്ല. അപ്പോൾ പൈനാപ്പിൾ പിഴിഞ്ഞ് ചേർക്കുവാണ്. സവോള വറുത്ത് വെച്ച്, അണ്ടിപ്പരിപ്പ് കിസ്മിസ്, അടുത്ത ലെയർ അരി ഇടുവാണ്. നമുക്ക് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ചുകൂടി പൈനാപ്പിളിൻ്റെ നീര് ചേർത്ത്, അപ്പോൾ പൈനാപ്പിൾ മുഴുവൻ ചേർത്ത്, പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമായതാണ് പൈനാപ്പിൾ മുഴുവൻ ചേർത്ത് കൊടുത്ത്. ഇത് മഞ്ഞപ്പൊടിയും റോസ് വാട്ടറും കുറച്ച് വെള്ളവും കൂടെ കലക്കിയെടുത്താണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്നായാലും ഉടനെ തന്നെ ഇത് എടുത്തിട്ട് മാറ്റണം. ബാക്കിയുള്ള സവാള നമുക്ക് അതിലേക്ക് ഇടാം. അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ നമുക്ക് അതിലേക്ക് ഇടാം. നമ്മളെല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ദമ്മ് സെറ്റ് ചെയ്യാൻ പോകണം. ഒരു അടപ്പ് വെച്ച് നമ്മൾ നല്ലോണം അടച്ചു. മൈദയൊന്നും വെച്ച് അടയ്ക്കുന്നില്ല. അതിന് പകരം നമ്മൾ നല്ലൊരു വെയിറ്റ് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു. ഇനി ഇത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ദമ്മ് സെറ്റാവും. അപ്പോൾ നമ്മൾ തീർക്കണമെങ്കിൽ മുമ്പ് മഴ പെയ്തു. പക്ഷേ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എടുത്തായിരുന്നു, അകത്ത് വെച്ച ഒരു 5 മിനിറ്റ് നമ്മളവിടെ വെച്ചായിരുന്നു. എല്ലാ സാധനങ്ങളൊക്കെ പെറുക്കി എടുത്ത് ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഭഗവാനെ, ആടി. ഇനി നമുക്ക് മൊത്തം ഒന്ന് കൂട്ടി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് വന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.